ഹലോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ തവ ഫിഷ് ഫ്രൈ അല്ലേ? ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പം ഞാനും അച്ഛൻ കൂടെ വിചാരിച്ചു നമുക്കൊന്ന് ചെയ്ത് നോക്കിയേക്കാമെന്ന്. എന്തായാലും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം അല്ലേ, നമുക്കൊന്ന് ചെയ്ത് നോക്കിയേക്കാമെന്ന് വെച്ചു. അപ്പം ഇതുവരെ ചെയ്ത് നോക്കാത്തവർക്ക് ഞങ്ങളുടെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് സാധാരണ ഈ ഒരു തവ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവരും ആദ്യത്തെ ഒരു മിക്സ് ചെയ്യുന്നോടം വരെ ഗ്യാസ് ഓൺ ആക്കാറില്ല. ആ മിക്സ് ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഗ്യാസ് ഓൺ ചെയ്യാറ്. പക്ഷെ നമുക്കിത് അവിടെ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ സെൻറ്ററിലൊരു വെള്ളപ്പാട് കാണാം. അത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിച്ചപ്പോഴത്തേക്കും ജസ്റ്റ് ഇപ്പുറത്തേക്ക് അത് മാറുമ്പോഴത്തേക്കും തണുപ്പ് കാരണം അത് കട്ടയായിപ്പോയി. അപ്പം നമുക്ക് അതുകൊണ്ട് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് അതിന് ചെറിയൊരു ഹീറ്റ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്യാം, കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്തു. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഫിഷ് മസാലയും ചേർക്കാം. ഈ 3 പൊടികളെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സവോളയാണ് എടുത്ത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്തോട്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മസാല നമുക്ക് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ലോ ഫ്ലെയിമിൽ ചെറുതായിട്ട് തീ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് തിള പോലെ കാണിക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം, നമുക്ക് വാളംപുളിയാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അതിലേക്ക് നമുക്കിനി ഫിഷ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫിഷ് ഫില്ലറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫിഷ് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരെണ്ണം ചേർത്ത് രണ്ടാമത്തും കൂടെ ചേർക്കാം. ഓക്കെ, 2 ഫിഷും വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ മസാലയൊക്കെ അതിൻ്റെ പുറത്തൂടെ നല്ലോണം തേച്ച് കൊടുക്കാം. ആ മസാല എടുത്ത് ഇങ്ങനെ അതുപോലെ നമുക്ക് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അത് പെട്ടെന്ന് വേവുന്ന മീനാണ്, പെട്ടെന്ന് വേവുന്ന ഒരു ഫില്ലറ്റാണത്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഒരുപാട് നേരം വെക്കേണ്ട കാര്യമില്ല. ഒരുപാട് നേരം വെച്ചാലത് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് പെട്ടെന്ന് കുക്കാവുന്ന ഒരു ഫിഷായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം എടുക്കേണ്ടി വന്നില്ല കുക്ക് ചെയ്യാനായിട്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റും അതുപോലെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കെന്താ ഈ ഒരു ഫിഷ് ഫ്രൈ കണ്ടിട്ട് നിങ്ങൾക്കെന്താ തോന്നുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടേസ്റ്റ് വൈസും നല്ലതാവാനാണ് ചാൻസ്. കാരണം നമുക്കൊരു ഒരു ഡിഷ് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം ഇത് കണ്ടിട്ട് നല്ലൊരു ടേസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെന്തായാലും ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് ചൂട് ചോറ് എടുത്തിട്ടുണ്ട്. ചൂട് ചോറ്, പയറ് മെഴുക്കുവരട്ടി, പിന്നെ നമ്മുടെ വറ്റൽമുളക് ചമ്മന്തി, പിന്നെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട ചമ്മന്തിപ്പൊടിയുണ്ട്, പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ. ഇതിവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 പേരുടെ ഐറ്റംസാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പയറ് മെഴുക്കുവരട്ടി എൻ്റെ, ചമ്മന്തിപ്പൊടി അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടത്, ഫിഷ് ഫ്രൈ
അച്ചുവിൻ്റെ. ഇതിലേതായിരിക്കും നല്ലതെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇതിനകത്തൊരു ഡൗട്ടായിട്ടുള്ളത്. നമുക്കെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിവിടെ കോമ്പറ്റീഷനൊന്നും വേണ്ട. നമുക്കല്ലാതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വായോ. നമുക്ക് ആദ്യം കുറച്ച് മീനെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ചോറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ മസാല ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ മസാല. പയറുമഴിക്കോട്ടി ഇപ്പം മുളകും കൂടെ മിക്സ് ചെയ്ത് ആ മീനും കൂടെ വെച്ചൊന്ന് കഴിച്ച് നോക്കാം. അത് രണ്ടും കൂടെ വന്നപ്പം കുറച്ച് പുളി കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. മീൻ മാത്രം മതി. സൂപ്പർ മസാല. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ഒരുപാട് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. പരമണിക്കൊരു കറക്റ്റ് വേവ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ